ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സത്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞതിന് ശേഷം ദേവയാനിക്ക് ആകെ സങ്കടമാകുകയാണ്. ദേഷ്യവും സങ്കടമൊക്കെ കാരണം ദേവയാനി റൂമിൽ വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരും. അപ്പം നയനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം നയനെ പറയുന്നുണ്ട്, അവസാന സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു അല്ലേ അമ്മയെന്ന്. പിന്നെ ഇതിങ്ങനെ പറയാതിരിക്കുന്ന എങ്ങനെയാണ്, എപ്പോഴാണേലും പറയണ്ടേ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അപ്പം നയനെ പറയും, ശരിയാണ്, മുത്തശ്ശനും പറയുമായിരുന്നു ഇതിങ്ങനെ മൂടി വെക്കേണ്ട കാര്യമൊന്നുമല്ല, ഇത് എല്ലാവരോടും തുറന്നു പറയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമായിരുന്നു പറയും. എന്നാലും എനിക്കിങ്ങനെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഇങ്ങനൊരു ഇത് പറയേണ്ടി വന്നല്ലോ മോളെ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാകുന്നുണ്ട്. ഇപ്പം തന്നെ ആദർശിനെ എന്തെല്ലാം പറഞ്ഞാണ് എല്ലാവരും സങ്കടപ്പെടുത്തുന്നത്, അതും എനിക്ക് ഒരുപാട് സങ്കടമാണ്. നമ്മൾ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ എന്ത് വലിയ രഹസ്യമാണ് നമ്മൾ മറച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ പുറകെ കുറച്ച് നാളായിട്ട് ഇവളുമാർ തിരക്കി നടക്കുന്നുണ്ടായിരുന്നു സത്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്. അതുകൊണ്ടാണ് ഇതിപ്പം പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ പിന്നെ ചന്തുമോളുടെ കാര്യവും ഇവരിങ്ങനെ തിരക്കി നടക്കാനിറങ്ങും. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അവന്മാർ തന്നെ സത്യങ്ങൾ കണ്ടെത്തട്ടെ, ഇറങ്ങാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലതെന്നൊക്കെ ദേവയാനി പറയും. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ഷോക്കിലാണ് മൂന്നെണ്ണം കൂടെ. ജാനകിയും ജലജയും അനാമികയും കൂടെ ഒന്ന് ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാലും ദേവയാനി ഇങ്ങനെ കള്ളം പറഞ്ഞല്ലോ, ഇത്ര നാളും എല്ലാവരുടെ മുമ്പ് വെച്ചത് മൂടി വെച്ചല്ലോ എന്നൊക്കെ. എന്തായാലും അമ്മായിമ്മയും മരുമകളുടെ സ്നേഹത്തിലായ കാര്യം ഇപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, എന്തായാലും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിപ്പോൾ സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കും. അവൾ കരൾ കൊടുത്ത കാര്യം ഇവിടെ ഞങ്ങളോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നൊക്കെ അപ്പം ജലജയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയും. മോൾ ഇവളുമാരുടെ കൂടെ കൂടിയിട്ട് മോളുടെ സന്തോഷം കൂടെ കളയില്ലെന്ന് അനാമികയോട് പറയുന്നുണ്ട്. അനാമിക ഉടനെ പറയാം, പിന്നെ അല്ലാതെ ഞാനിവിടെ ഭയങ്കര സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്. അവളുമാരുടെ അനിയത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവളുമാർക്കും ഉണ്ട്. അവളെ ഓർത്ത് നടക്കുന്ന എൻ്റെ ഭർത്താവും കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെന്നൊക്കെ പറയും. അതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും, മോളങ്ങ് സഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നോക്കാമെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അവളെന്തായാലും കരൾ കൊടുത്തത് ഇവിടുത്തെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അങ്ങനെ കോടികൾ കണ്ടിട്ട് മനസ്സിലാകുന്നവളല്ല നയന മോള്, നിങ്ങളെപ്പോലൊന്നും അല്ല മോളെന്നൊക്കെ പറഞ്ഞ് നയനെ പൊക്കി പറയുന്നതൊന്നും ജലജയ്ക്കും ജാനകിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. ദേവയാനിക്ക് കരൾ കൊടുത്ത കാര്യം ദേവയാനി പോലും അറിയരുതെന്നാണ് മോള് വിചാരിച്ചിരുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ വിചാരിച്ചിരുന്നാലും അത് ദേവയാനി അറിയത്തില്ലെന്ന് പറഞ്ഞാലും ബാക്കി എല്ലാവരും അറിയുമല്ലോ. അങ്ങനെ അവളുടെ കാര്യങ്ങളും സാധിച്ചെടുക്കാമല്ലോ. അതിനുവേണ്ടിയല്ലായിരുന്നു അവളുടെ ഇങ്ങനെയുള്ള ഒരു നാടകങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജലജയെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശിയോട്. മുത്തശ്ശി പോയി കഴിയുമ്പോഴത്തേനും ജലജ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും അമ്മായിമ്മയും മരുമോളും വീണ്ടും അകലണം, ദേവയാനി നയനെ വെറുക്കണം, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തില്ലേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവരെ 3 പേരും അത് സമ്മതിക്കുന്നുണ്ട്. വീട്ടിൽ എന്ത് സംഭവം നടന്നാലും അന്നേരം അച്ഛനോടും അമ്മയോടും ഓടിച്ചെന്ന് പറയുന്ന അനാമിക ഇത്രയും വലിയ കാര്യം നടന്നുകൊണ്ട് അന്നേരം തന്നെ പോയെന്ന് തോന്നുന്നു. അച്ഛനോടും അമ്മയോടും ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വേണു പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലായിരുന്നു നിന്നോട് അവർക്ക് കരൾ കൊടുക്കാനായിട്ട്, അന്ന് നീ സമ്മതിച്ചില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം കോടികൾ ഇപ്പം നിനക്ക് കിട്ടത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. നീ ആ സാഹചര്യം മുതലെടുക്കാതിരുന്നുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറയുമ്പോഴത്തേന് അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ വീട്ടിൽ നിന്ന് പോരും, പിന്നെ എന്തിനാ എൻ്റെ കരൾ അവിടെ കൊടുത്തേച്ച് പോരുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. കണ്ടോ, നയനെ കണ്ട് പഠിക്കണം. അവൾ അമ്മായിമ്മയെ കയ്യിലെടുക്കാനായിട്ട് കരളൊക്കെ കൊടുത്തിപ്പം ആ സ്വത്തും എല്ലാം അവളുടെ പേരിലാകും. നയനെ കണ്ടില്ലേ കരൾ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പയറ് പോലെയല്ലേ അവൾ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്യുന്നത്, അതുപോലെ നിനക്ക് വാങ്ങാമായിരുന്നല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വീണു എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. അപ്പം രേവതി പറയും, മോളെ എന്തായാലും ഇനിയിപ്പോൾ അവിടുന്ന് നിനക്ക് കിട്ടാവുന്നതെല്ലാം മേടിച്ചെടുത്തോട്ട് പോരാൻ നോക്കാമെന്നൊക്കെ പറയും. അനാമിക അത് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് നയനങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ എന്നൊക്കെ. എങ്ങനെ ആദർശേട്ടൻ അറിഞ്ഞെന്ന് ചോദിക്കും. അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു പറയും. എന്തായാലും സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നു എന്ന് പറയും. ഇതുപോലെ തന്നെ അടുത്ത സത്യങ്ങളും പറയേണ്ടി വരുമോ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. നവ്യ പോലും എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേൾക്കാറുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോഴത്തേന് അച്ഛനോടും അമ്മയോടും എങ്കിലും സത്യം പറയണ്ടേ എന്നുള്ള രീതിയിലൊക്കെ നയന സംസാരിക്കും. അതിപ്പോൾ അവർ തന്നെത്താൻ അറിയുന്നെങ്കിൽ അറിഞ്ഞാൽ മതി, അതുകൊണ്ട് ഇപ്പോൾ പറയണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അബിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കണമെന്ന് നവ്യ വഴി അവൻ മുത്തശ്ശൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നവ്യെ പ്രഷർ ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞാരെന്ന് പറയും. അത് പിന്നെ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, അവർക്കിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഇല്ലേ, അതുകൊണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു കള്ളക്കടത്ത് കേസില്ലേ, അതിൽ ഇവൻ പ്രതിയാണെന്നൊരു സംശയമുണ്ട്. SIയോട് മുത്തശ്ശൻ മാക്സിമം പറയുന്നുണ്ട് അതൊന്നും
എന്ന് അന്വേഷിക്കാം. പക്ഷേ പുള്ളിക്കാരൻ ഒരു തണുപ്പൻ മട്ടിലാണ് നിൽക്കുന്നത്. അതിനെയൊക്കെ പിന്നിൽ ഇവനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അഭിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ദേഷ്യത്തിലാണ് റൂമിലേക്ക് വരുന്നത്. എന്നിട്ട് നവിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തി അമ്മായിക്ക് കരൾ കൊടുത്ത് ഇപ്പം ആ കാര്യം ഇവരെല്ലാവരും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെയൊക്കെ എല്ലാവരും മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരത്തേനുടനെ നവി പറയും, എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അവർ തമ്മിൽ സ്നേഹത്തിലായിട്ട് ഒത്തിരി നാളായി. അതുപോലെ തന്നെ കരൾ കൊടുത്തത് നയനയാണെന്നുള്ള കാര്യവും അമ്മായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ഇവരിങ്ങനെ സ്നേഹത്തിലായെന്നൊക്കെ പറയും. അത് കേൾക്കുന്ന ഉടനെ അഭി ഉടനെ പ്ലേറ്റ് അങ്ങ് മാറ്റും. ഉടനെ പറയും, എന്നിട്ട് നീ എന്താ എന്നോട് ഇത് പറയാഞ്ഞത്? ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിന്നെയും കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കുന്നില്ലേ? നിന്നോട് ഞാൻ ഒരു കാര്യവും മറച്ചു വെക്കാറില്ല. നേരത്തെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ മറച്ചു വെക്കാറൊന്നും ഇല്ലല്ലോ ഇപ്പം എന്നൊക്കെ പറഞ്ഞ് നവിയെ അങ്ങ് കയ്യിലെടുക്കുകയാണ്. അന്നേരം നവിയൊക്കെ അങ്ങ് സങ്കടമാണ്. നവി പറയും, അത് നിന്നോട് പറയണം നീ ഓർത്തിരുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭി പറയും, ഞാൻ ഇനി നിന്നോട് ഒരു കോണ്ടാക്റ്റിനും ഇല്ല. നീ എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പ്. ട്രെയിനർ നന്ദുവിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ നടന്ന സംഭവത്തിന് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നല്ലൊരു സർപ്രൈസ് തരുന്നുണ്ടെന്നൊക്കെ പറയും. സാർ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത്, അങ്ങനെ പുറത്തു വിടാനാണെങ്കിൽ ഞാൻ റൂമിലേക്ക് പൊക്കോളാം എന്ന് പറയും. എന്നാൽ എൻ്റെ പണി എളുപ്പമായി, നീ പൊക്കോ, നിനക്കൊട്ടുള്ള ഒരു സെൻഡ് ഓഫ് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. ട്രെയിനർ പോയി കഴിയുമ്പോഴത്തേന് തുഷാര പറയുന്നുണ്ട്, നിനക്കിട്ട് ശരിക്കും പണി തരാനായിട്ട് അയാൾ ഈ ശ്രമിക്കുന്നതെന്നാണ് തോന്നുന്നു. പറഞ്ഞേ നന്ദു പറയും, എന്തായാലും എന്നെ പുറത്താക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടേ ഞാൻ ഇറങ്ങിപ്പോകത്തുള്ളൂ. നമ്മൾ പോലീസ് ഓഫീസേഴ്സ് ആകാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണ്ടേ, അപ്പം അതിനുള്ള പണി ഞാൻ അയാൾക്ക് കൊടുത്തിട്ടേ പോരത്തുള്ളൂ എന്നൊക്കെ പറയും. അനി നന്ദുവിനെ കാണാൻ പോയെന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് കൂട്ടുകാരനെ അനിയെ വഴക്ക് പറയുന്നുണ്ട്, എന്താ നീ എന്ത് പണിയെ കാണിച്ചതെന്നൊക്കെ. അത് പിന്നെ എൻ്റെ ഫോൺ അവൾ എടുത്തില്ലല്ലോ, അപ്പം പിന്നെ ഞാൻ അങ്ങ് ചെല്ലുക എന്ന് തീരുമാനിച്ചു. എന്തായാലും വഴി വെച്ച് കാണാൻ പറ്റി. അവൾ ഒരുപാട് കഷ്ടപ്പാട് അവിടെ അനുഭവിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആ ട്രെയിനർ അവളെ ഒരുപാട് വലയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയും. ആ സമയത്ത് തന്നെ നന്ദു വിളിക്കുകയാണ് അനിയെ. അന്നേരം ചോദിക്കുന്നുണ്ട്, എടാ നീ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അയാളാണെങ്കിൽ എന്നോട് ഭയങ്കര വഴക്കായിരുന്നു. എന്നെ ഈ ട്രെയിനിങ് സ്ഥലത്തൊന്ന് പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞ്, നീ കാരണം എൻ്റെ ജീവിതം നശിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അതൊക്കെ കേട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.